ഹായ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി പ്രോൺസ് കട്ട്ലറ്റ്. കട്ട്ലറ്റ് ഉണ്ടാക്കാനായി ആദ്യം നമുക്ക് ചെമ്മീൻ വേവിച്ചെടുക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: ചെമ്മീൻ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. ചൂടായ പാനിലേക്ക് വെള്ളം ഒഴിക്കുക. അതിലേക്ക് ചെമ്മീൻ ചേർക്കുക. ഞാൻ ഒരു 10-12 ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ഒന്നിളക്കി അടച്ചു വെച്ച് വേവിക്കുക. വെള്ളം പൂർണ്ണമായി വറ്റുന്നത് വരെ കുക്ക് ചെയ്യണം. തണുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ പൊടിയായി അരിഞ്ഞ സവാള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല, പച്ചമുളക്, മല്ലിയില, ഉരുളക്കിഴങ്ങ്, ഒരു മുട്ട പൊട്ടിച്ചടിച്ചത്, ബ്രെഡ് ക്രംസ്. ചൂടായ പാനിലേക്ക് അല്പം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ വളരെ പൊടിയായി അരിഞ്ഞ സവാള ചേർക്കുക. ഞാൻ ഒരു സവാള അരിഞ്ഞതാണ് ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് വഴറ്റുക. സവാള വഴന്നു വരുമ്പോഴേക്കും ചെറുതായി അരിഞ്ഞ പച്ചമുളക് ഇതിലേക്ക് ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിളക്കുക. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. മസാലയുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മിക്സിലേക്ക് മിക്സ് ചെയ്ത പ്രോൺസ്, വേവിച്ച പൊട്ടറ്റോ, അല്പം മല്ലിയില എന്നിവ ചേർത്ത് കൈകൊണ്ട് നന്നായി കുഴയ്ക്കുക. ഇനി ഓരോ ചെറിയ ഉരുളകളെടുത്ത് നമുക്കിഷ്ടമുള്ള വലുപ്പത്തിൽ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. പരത്തി വച്ചിരിക്കുന്ന കട്ട്ലറ്റ് എടുത്ത് മുട്ട അടിച്ചതിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കാം. ബ്രെഡ് ക്രംസ് ഓവറായിട്ട് കവർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ആയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എണ്ണയിൽ കട്ട്ലറ്റ് ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇരുവശവും നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ വറുക്കുക. കട്ട്ലറ്റിൻ്റെ ഇരുവശവും മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്.
എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.